ശബരിമലയിൽ സംസ്ഥാന സർക്കാർ സമ്പൂർണ്ണ പരാജയമെന്ന് ഇന്നലെ കണ്ട സംഭവത്തോടെ തെളിഞ്ഞിരിക്കുകയാണ്. മണ്ഡലകാലം തുടങ്ങി 24 മണിക്കൂർ തികയുന്നതിന് മുൻപ് തന്നെ സർക്കാർ സംവിധാനങ്ങളെല്ലാം പാളിപ്പോയി. 15-20 മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷവും ദർശനം കിട്ടാതെ നൂറുകണക്കിന് തീർത്ഥാടകരാണ് മടങ്ങിപ്പോകുന്നത്. കാനനപാതയിൽ ഒരിടത്തും ഇവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ പോലും ഒരുക്കിയില്ല. ശബരിമലയിലെ സ്ഥിതി ഭയാനകമാണെന്ന് പുതുതായി ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പോലും തുറന്നു സമ്മതിച്ചത് സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണ്. ശബരിമലയിൽ തീർത്ഥാടകരല്ല സർക്കാരിന് പ്രധാനമെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുന്നു. ഭക്തരുടെ കാണിക്കയിലും സ്വർണം, വെള്ളി തുടങ്ങിയ വിലപിടിപ്പുള്ള സമ്പത്തിലുമാണ് സർക്കാരിന് കണ്ണ്. സ്വർണ്ണക്കൊള്ളയിൽ വശം കെട്ടുപോയ ദേവസ്വം ബോർഡും സർക്കാരും ഈ തീർത്ഥാടന കാലത്തേക്കുള്ള ഒരു മുന്നൊരുക്കവും നടത്തിയിട്ടില്ല. സാധാരണ നിലയിൽ കേന്ദ്രസേനയുടെ സേവനം ശബരിമലയിൽ ഉപയോഗപ്പെടുത്താറുണ്ട്. ഇത്തവണ അതുപോലും ഉണ്ടായില്ല. 1 ലക്ഷത്തിലധികം ഭക്തർ വെർച്വൽ ക്യൂ വഴി ബുക്ക് ചെയ്തിട്ടും അവരെ നിയന്ത്രിക്കാൻ ആവശ്യമായ പോലീസ് സംവിധാനം സർക്കാർ ഒരുക്കിയില്ല. കുടിവെള്ളം, ലഘുഭക്ഷണം, പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യം എന്നിവയൊന്നും ഒരുക്കാതെയാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. KSRTC സൗകര്യങ്ങളടക്കം പാളി. നിലയ്ക്കലിൽ തീർത്ഥാടകരെ മൃഗീയമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. 1ഉം 2ഉം സർക്കാരിന്റെ ഭരണകാലത്ത് 1 വർഷം പോലും ശബരിമലയിൽ സ്വസ്ഥമായ തീർത്ഥാടനം ഉണ്ടായിട്ടില്ല. യുവതീ പ്രവേശനത്തിലൂടെ ശബരിമലയെ തകർക്കാൻ ശ്രമിച്ചവർ പിന്നീട് ദേവന്റെ സ്വത്തായ സ്വർണം കവർച്ച ചെയ്ത് ക്ഷേത്രവിശുദ്ധിക്ക് കളങ്കമുണ്ടാക്കി. ഇപ്പോൾ യാതൊരു മുന്നൊരുക്കങ്ങളും നടത്താതെ പുതിയ തീർത്ഥാടന കാലത്ത് അപകടകരമായ തരത്തിൽ തീർത്ഥാടകരെ കടത്തിവിട്ട് വീണ്ടും വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചത്. ശബരിമല മുന്നൊരുക്കങ്ങളിൽ വിലങ്ങുതടിയായി തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടങ്ങളും ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ ദേവസ്വം മന്ത്രിക്ക് അനുമതിയില്ല. മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് മന്ത്രിക്ക് വിലക്കുണ്ട്. ഉദ്യോഗസ്ഥ യോഗം വിളിക്കാൻ അനുമതി തേടി VN വാസവൻ സമീപിച്ചെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നിഷേധിച്ചെന്ന വിവരവും പുറത്തുവരുന്നുണ്ട്. തിരക്ക് വർദ്ധിച്ചതും ഇലക്ഷനുമൊക്കെ കാരണം നിരത്തുകയാണ് സർക്കാർ. കഴിഞ്ഞ മണ്ഡലകാലം മുതൽ തുലാം 30 വരെ എന്തൊരുക്കമാണ് നടത്തിയത് എന്ന് ഉയർന്നുവരുന്ന ചോദ്യമാണ്. ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക് അനിയന്ത്രിതമായതോടെ വാഹനങ്ങൾ ഇലവുങ്കലിൽ തടഞ്ഞ് പോലീസ്. സന്നിധാനത്തെ നിയന്ത്രണം പാളിയതോടെയാണ് ഈ നടപടി. തിരക്ക് കുറയുന്നതിനനുസരിച്ച് ഇലവുങ്കൽ നിന്നും വാഹനങ്ങൾ കടത്തിവിടാനാണ് തീരുമാനം. നിലയ്ക്കലിൽ ആവശ്യത്തിലധികം ബസ്സുകൾ ഉണ്ടെന്നും ബസ്സുകൾ കയറ്റിവിടാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ എന്നുമാണ് KSRTCയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. തിരക്ക് വൈകാതെ നിയന്ത്രിക്കാൻ കഴിയുമെന്ന് DGP പ്രതികരിച്ചു. കഴിഞ്ഞ വർഷത്തേക്കാൾ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അപ്രതീക്ഷിത തിരക്കാണുണ്ടായതെന്നും സ്ത്രീകളും കുട്ടികളും കൂടുതലായിരുന്നുവെന്നും DGP ഇന്നലെ പറഞ്ഞു. കുട്ടികൾ കൂടുതലായതിനാൽ മിനിറ്റിൽ 90 വരെ ഭക്തരെ പിടിച്ചു കയറ്റാൻ കഴിയില്ല. തിരക്ക് നിയന്ത്രിക്കാൻ മുഴുവൻ പോലീസുകാരും ശ്രമിക്കുകയാണ്. സർക്കാർ ഫണ്ട് വന്നില്ല. ശബരിമല സേഫ് സോൺ പദ്ധതിയും പാളി. മോട്ടോർ വാഹന വകുപ്പാണ് ശരണപാതയിൽ സുരക്ഷിത യാത്ര വർഷങ്ങളായി ഒരുക്കുന്നത്. ഇക്കുറി ഫണ്ട് നൽകാത്തതിനാൽ പദ്ധതി തുടങ്ങാനായില്ല. ഡീസൽ കാശില്ലാതെ മോട്ടോർ വാഹന വകുപ്പ് വണ്ടികൾ ഇലവുങ്കലിൽ വെറുതെ കിടക്കുന്നു. റോഡ് സേഫ്റ്റി അതോറിറ്റിയിൽ നിന്ന് മുൻകൂർ ഫണ്ട് വന്നില്ല എന്നൊക്കെയുള്ള ന്യായങ്ങൾ നിരത്തി ഭക്തരുടെ മനസ്സിനെ മുഷിപ്പിക്കുകയാണ് ശബരിമലയിൽ കണ്ടത്. നിയന്ത്രിക്കാനും തീർത്ഥാടനം സുഗമമാക്കാനും ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം. ദേവസ്വത്തിന്റെയും സർക്കാരിന്റെയും അലംഭാവത്തെ തുടർന്ന് തീർത്ഥാടനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ശബരിമലയിൽ ഭയാനക സാഹചര്യം ഉണ്ടായതിനാൽ ഇക്കാര്യത്തിൽ സത്വര നടപടിയെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. കേരള പ്രണാമം എഡിറ്റോറിയൽ ചിന്താശകലങ്ങൾ.